ദൈവത്തിന്റെ രക്ഷാപദ്ധതിയെ നാം പഠിക്കുമ്പോൾ പ്രധാനമായി 3 തലങ്ങളാണ് ദൈവത്തിന്റെ രക്ഷാപദ്ധതിക്കുള്ളത്. ഒന്ന്, നമ്മളിൽ കഴിഞ്ഞു പോയതായ അല്ലെങ്കിൽ നാം പ്രാപിച്ചതായ രക്ഷ. അതുകൊണ്ടാണ് എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ എഫെസ്യ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്, കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതൊരു പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. ഇറ്റ്സ് ഹാപ്പൻഡ്. അവിടെ പറയുകയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും അതിന്റെ 8-ാം വാക്യത്തിൽ പറയുകയാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആകയാൽ നമ്മൾ പ്രാപിച്ച ഒരു രക്ഷയെ കുറിച്ചാണ് പൗലോസ് എഫെസ്യർക്ക് അവിടെ പറയുന്നത്. എന്നാൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 18-ാം വാക്യത്തിൽ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചല്ല പറയുന്നത്, രക്ഷിക്കപ്പെടുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ആകയാൽ ബീയിങ് സേവ്ഡ്, നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആസ് എ പ്രോസസ്, ഡേ ബൈ ഡേ ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെട്ടവർക്കെന്നാണോ? അല്ല, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും എന്ന് പറയുന്നു. ഇതേ ഭാഗം അടുത്തതായിട്ട് താൻ പറയുന്നുണ്ട്, രക്ഷിക്കപ്പെടുന്നതെന്ന് അതിന്റെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും പൗലോസ് പറയുന്നുണ്ട്. ആകയാൽ രക്ഷിക്കപ്പെടുക, സേവ്ഡ്, ബീയിങ് സേവ്ഡ്. എന്നാൽ മൂന്നാമതായി പറയുമ്പോൾ വിശുദ്ധ പത്രോസ് തന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങി ഇരിക്കുന്ന രക്ഷ. അപ്പോൾ ആ രക്ഷ ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങി ഇരിക്കുന്ന രക്ഷ. അവിടെ പറയുകയാണ് സാൽവേഷൻ റെഡി ടു ബി റിവീൽഡ്. പക്ഷെ അത് റിവീൽഡ് ആയിട്ടില്ല. ആകയാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ 3 രക്ഷകളിൽ കൂടെ അവൻ കടന്നു പോകുക. ഉപദേശ അനുസാരം നാം പഠിക്കുമ്പോൾ ഒന്നാമത് നാം പ്രാപിച്ച രക്ഷയ്ക്ക് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം എന്ന് പറയുക. നമ്മുടെ ജീവിതത്തിലെ സകല കുറ്റങ്ങളെയും ദൈവിക കോടതിയുടെ മുൻപാകെ ക്ഷമിച്ചുകൊണ്ട് നമ്മളെ നീതീകരിച്ച് ദൈവം നമ്മളെ നീതിമാന്മാരായി പ്രഖ്യാപിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്താൽ നമ്മുടെ പാപങ്ങളൊക്കെയും യേശുവിന്റെ മേൽ ചുമത്തി നാം നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതാണ് നാം പ്രാപിച്ച 1-ാമത്തെ രക്ഷ, ജസ്റ്റിഫിക്കേഷൻ. എന്നാൽ 2-ാമത്തെ ഫേസ് എന്ന് പറയുന്നത് അത് സാങ്ക്ടിഫിക്കേഷൻ ആണ്. അത് അനുദിനം ദൈവം നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മൂന്നാമതായി ഇനിയും അടുത്ത ഒരു ഭാഗമുണ്ട്, അതാണ് ഗ്ലോറിഫിക്കേഷൻ. അവൻ മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും വിശുദ്ധീകരിച്ചും മഹത്വീകരിച്ചും തേജസ്കരിച്ചും ഇരിക്കുന്നു. ആകയാൽ ആ തേജസ്കരണമാണ് രക്ഷയുടെ 3-ാമത്തെ പടി എന്ന് നമുക്ക് കാണുവാൻ കഴിയുക. ഇങ്ങനെ പൗലോസ് ഈ രക്ഷാപദ്ധതി, ദൈവവചനം രക്ഷാപദ്ധതിയുടെ 3 ഭാഗങ്ങളെ പറയുകയാണ്. ഇതിലെ 2 ഭാഗങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. 17-ാം വാക്യത്തിൽ താൻ പറയുകയാണ്, സിംഹത്തിന്റെ വായിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്നാൽ രക്ഷകളുടെ പ്രതീക്ഷ ഒരിക്കലും അവസാനിക്കപ്പെടുന്നതല്ല. 2021 ചില വിഷയങ്ങളിൽ നിന്ന് നിങ്ങളെ ദൈവം രക്ഷിച്ചെങ്കിൽ 2022 ആ രക്ഷാപദ്ധതി തുടർന്നുകൊണ്ടിരിക്കുക. 2023 കർത്താവിന്റെ വരവ് താമസിച്ചാൽ ആ രക്ഷാപദ്ധതി തുടർന്നുകൊണ്ടിരിക്കുക. കണ്ടാലും ലോകത്തിന്റെ അവസാന ദിവസം വരെയോ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കോ. ദൈവത്തിന്റെ രക്ഷാപദ്ധതി അവസാനിക്കുന്നില്ല. പ്രശ്നങ്ങൾ എത്ര വന്നാലോ, പ്രതികൂലങ്ങൾ എത്ര ഉയർന്നാലോ, കാറ്റ് എത്ര വീശിയാലോ, എന്റെ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിൽ ഞാൻ സുരക്ഷിതനായിരിക്കുക. ആകയാൽ ദൈവത്തിന്റെ രക്ഷാപദ്ധതി കഴിഞ്ഞുപോയ ഒരു സംഗതിയല്ല, അത് ഇന്നും നടക്കുന്ന സംഗതിയാണ്. അത് നമ്മളെ തേജസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇത്ര വലിയ രക്ഷ, ഇത്ര വലിയ രക്ഷ. ആകയാൽ ദൈവത്തിന്റെ സാൽവേഷൻ പ്രോസസ്, സാൽവേഷൻ എന്നുള്ളത് ഒരു പ്രാവശ്യം നടക്കുന്നതായ ഒരു ഇൻസിഡന്റ് അല്ല. സാൽവേഷൻ ഈസ് നോട്ട് ആൻ ഇൻസിഡന്റ്. പിന്നെയോ സാൽവേഷൻ ഒരു പ്രോസസ് ആണ്. സാൽവേഷൻ ഒരു സംഭവമായി തീരുന്നതല്ല. സാൽവേഷൻ ഒരു പ്രക്രിയയായി തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ടെ, ഞാൻ പ്രാപിച്ച രക്ഷ എന്നെ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കാം. ഞാൻ ആ വിഷയത്തിൽ ആഴമായി പിന്നെയും ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ 17-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സിംഹത്തിന്റെ വായിൽ നിന്ന് ഞാൻ രക്ഷ പ്രാപിച്ചു. സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിച്ചു എന്നാണ് പറയുന്നത്. സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. മനോഹരമായിരിക്കുന്ന ഒരു വിഷയമാണ്
എന്താണ് പൗലോസ് പറയുന്നത്? ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. ദാവീദ് പറഞ്ഞു, ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. പക്ഷേ അതൊരു അക്ഷരീകമായ, ഒരു ലിറ്ററൽ, ഒരു സാധാരണമായ സിംഹമായിരുന്നു. പക്ഷേ പൗലോസിന്റെ ജീവയാത്രയിൽ എവിടെയും ഒരു അണലി കൊത്തിയത് പറഞ്ഞിട്ടുണ്ട്, കപ്പൽ ഛേദം വന്നത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സിംഹം കടന്നു വന്നതിനെ അവിടെ എവിടെയും പറഞ്ഞതായി നമുക്ക് കാണുന്നില്ല. അപ്പോൾ എന്താണ് പൗലോസ് ഈ പറയുന്ന സിംഹത്തിൽ നിന്നുള്ള രക്ഷ? പൗലോസ് പറയുന്ന സിംഹത്തിൽ നിന്നുള്ള രക്ഷ അതൊരു ആത്മീയ വീക്ഷണമായി നമുക്ക് കാണുവാൻ കഴിയും. ഒരു ദൈവ പൈതലിനെതിരെ ഒരു സിംഹം എല്ലായ്പ്പോഴും കാണപ്പെടും. ആ സിംഹത്തിൽ നിന്ന് ഒരു ദൈവ പൈതൽ രക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് പറയട്ടെ, നിങ്ങൾക്കെതിരായ സിംഹത്തിന്റെ വായിൽ നിന്ന് നിങ്ങളെ രക്ഷിപ്പാൻ ദൈവം ശക്തനാണ്. സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിക്കോ, സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിക്കോ, സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിക്കോ. സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ച അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ അതിനടുത്തതായി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സിംഹത്തിന്റെ വായിൽ പോയി പെടുന്നത്? എന്തുകൊണ്ടാണ് നാം പലപ്പോഴും സിംഹത്തിന്റെ വായിൽ പോയി പെടുന്നത്? ഇനിയും അത് മാത്രമല്ല, സിംഹത്തിന്റെ വായിൽ നിന്ന് മാത്രമല്ല, ഒരു സിംഹം നമുക്ക് വരുത്തുന്നതായ ആ പാപത്തിന്റെ ഇമ്പാക്റ്റുകളുടെ ഡെപ്ത് നാം അറിഞ്ഞിരിക്കേണ്ടവരാണ്. സ്തോത്ര. നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ച ഒരു മനുഷ്യനാണ് ശിംശോൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുക. ശിംശോൻ, ഈ ശിംശോന്റെ അടുക്കൽ ഞാൻ ചോദിക്കും, ശിംശോൻ, താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഈ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിഞ്ഞത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സിംഹത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നത്? ഇവിടെ ശിംശോന്റെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ശിംശോൻ തിമ്നയിലേക്ക് കടന്നു പോവുകയാണ്. ശിംശോൻ ഒരു പ്രത്യേക യാത്ര പുറപ്പെടുകയാണ്. എന്താണ് ശിംശോനെ ഈ യാത്രയ്ക്കായി പ്രേരിപ്പിച്ചത്? ശിംശോൻ, നീ എന്തിനാണ് ആ യാത്രയ്ക്ക് പോകുന്നത്? ശിംശോൻ ആ യാത്രയ്ക്ക് പോകുവാൻ കാരണം അവിടെയുള്ള ഒരു വ്യക്തിയാണ് ശിംശോനെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ശിംശോൻ തിമ്നയിലേക്ക് പോകുവാൻ കാരണം തിമ്നയിലുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഒരു ദേശത്തേക്ക്, ഒരു ഡെസ്റ്റിനിയിലേക്ക്, ഒരു ഇടത്തേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നത് ഒരു വ്യക്തിയാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടാകരുത്. ശിംശോൻ ഇവിടെ തിമ്നയിലേക്ക് പോവുകയാണ്. എന്താണ് തന്നെ അതിന് പ്രേരിപ്പിച്ചത്? ഒരു വ്യക്തി അവിടെ തന്നെ പ്രേരിപ്പിക്കുകയാണ്, നീ തിമ്നയിലേക്ക് വാ, നീ തിമ്നയിലേക്ക് വാ, നീ തിമ്നയിലേക്ക് വാ. നമുക്ക് ആ ഭാഗത്തിലേക്ക് കടന്നു വരാം. അങ്ങനെ ഇവൻ തിമ്നയിലേക്ക് പോവുകയാണ്. ഈ തിമ്നയിലേക്ക് പോകുന്ന വഴിയിൽ തിമ്നയിൽ ഒരു മുന്തിരിത്തോട്ടത്തിനകത്തൂടെ അവൻ കടന്നു പോകേണ്ടി വരികയാണ്. സഹോദരങ്ങളെ, ദൈവഹിതമല്ലാത്ത, ദൈവത്താൽ ഉള്ള ദൈവത്തിന്റെ പ്ലാനിനകത്ത്, ദൈവത്തിന്റെ പർപ്പസിനകത്തുള്ള ഇല്ലാത്തതായ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്താൽ നമുക്ക് ഗുണകരമല്ലാത്ത ചില പ്രോസസ്സിൽ കൂടെ നമ്മൾ പോകേണ്ടി വരും. ഇവിടെ ശിംശോൻ തിമ്നയിലേക്ക് പോവുകയാണ്. അങ്ങനെ തിമ്നയിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് 14-ാം അധ്യായം, ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നക്കരികെയുള്ള മുന്തിരി തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു എന്ന് പറയുകയാണ്. നോക്കൂ, ഇവിടെ ശിംശോന്റെ നേരെ എപ്പോഴാണ് ഒരു ബാലസിംഹം അലറി വന്നത്? തിമ്നക്കരികെയുള്ള മുന്തിരി തോട്ടങ്ങളിൽ എത്തിയപ്പോൾ. ഇതിനകത്ത് എന്താണ് അസാധാരണമായി കാണുന്ന ഒരു വിഷയം? അസാധാരണമായ ഒരു വിഷയമുണ്ട്. എന്താണെന്നാൽ ശിംശോൻ നാസീർ വ്രതസ്ഥനാണ്. ശിംശോന്റെ ശിംശോന്റെ അമ്മ പ്രഗ്നന്റ് ആവുന്ന ആ സമയം തുടങ്ങി ദൈവം പറഞ്ഞിരുന്നതായ ഒരു കാര്യമുണ്ട്. മുന്തിരിയുടെ കുരു തൊട്ട് തൊലി വരെ യാതൊന്നും തിന്നരുത് എന്ന് പറഞ്ഞിരുന്നു. ആകയാൽ ഇവിടെയും ശിംശോനും വീട്ടുകാരും ആരും മുന്തിരിങ്ങ പറിക്കാൻ പോയില്ല, മുന്തിരിങ്ങ തിന്നാനും പോയില്ല. കാരണം അവർക്കൊരു ഇതുണ്ടായിരുന്നു, ഞാൻ എത്ര മൊബൈൽ ഉപയോഗിച്ചാലും എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ അറിയാം, ഞാൻ എത്ര ഫിലിം കണ്ടാലും എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ അറിയാം, മുന്തിരിത്തോട്ടത്തിനകത്തൂടെ നടന്നാലും മുന്തിരിങ്ങ തിന്നാതിരിക്കാൻ എനിക്കറിയാം, ഈ എത്ര ചെയ്താലും എനിക്ക് സെൽഫ് കൺട്രോൾ ഉണ്ട്. ഞാൻ KTM 110 പോയാലും എനിക്ക് വണ്ടി പിടിച്ചു നിർത്താൻ അറിയാം. ഞാൻ 4 ബസിന്റെ ഇടയ്ക്കൂടെ 4 വിധത്തിൽ വളഞ്ഞു പോയാലും എന്റെ കൺട്രോളിനകത്ത് നിർത്താൻ അറിയാം. ഇത് അവന്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് ആയിരുന്നു. മുന്തിരിത്തോട്ടങ്ങൾക്കിടയിൽ കൂടി കടന്നു പോയാൽ, രാത്രി മുഴുവൻ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇരുന്നാൽ
പറഞ്ഞാലും എൻ്റെ കാലുകൾ തെറ്റാതെ സൂക്ഷിക്കാൻ എനിക്കറിയാമെന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ആയിരുന്നു അവനെ കൊണ്ടുപോയത്. പക്ഷേ ഈ സെൽഫ് കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ഇത് ആ മുന്തിരിത്തോട്ടത്തിൽ കൂടെ പോയപ്പോൾ ശിംശോനെ ഒരു വിധത്തിലും പ്രശ്നം ബാധിച്ചില്ല. പക്ഷേ അവന്റെ വിദൂര ഭാവിയിൽ ഇൻ ഫ്യൂച്ചർ അത് അവന് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കി. ഇങ്ങനെ അവൻ കടന്നുപോയി. ഇവർ ആ വാക്യത്തിന്റെ ആരംഭത്തിൽ എഴുതിയിരിക്കുന്നത് ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ എത്ര പേരാണ് യാത്ര പുറപ്പെടുന്നത്? അപ്പനും അമ്മയും മകനും കൂടെയാണ് യാത്ര പോകുന്നത്. പക്ഷെ മുന്തിരിത്തോട്ടത്തിലെത്തിയപ്പോൾ സിംഹം കടന്നു വന്നു. ഇപ്പോൾ ഇവിടെ ആർക്ക് നേരെയാണ് കടന്നു വന്നത്? ശിംശോന് നേരെ. അപ്പോൾ അപ്പനും അമ്മയും അവനോടുകൂടെ ഉണ്ടായിരുന്നോ? ഇല്ല. 6-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു, താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. അപ്പോൾ ആ മുന്തിരിത്തോട്ടം ശിംശോനെ കൊണ്ടുപോയത് എങ്ങനെയാണെന്നറിയാമോ? അപ്പനോടും അമ്മയോടുമുള്ള ആ ബോണ്ട് അവനിൽ നിന്ന് അകന്നുപോയി. അവൻ ആരായി തീർന്നു? അവനൊരു ഒറ്റയാനായി തീർന്നു. അവന്റെ ഫോണിന് ലോക്ക് വീണു, അവന്റെ റൂമിന് ലോക്ക് വീണു, അവന്റെ ഗാഡ്ജറ്റുകൾക്കെല്ലാം ലോക്ക് വീണു. അവൻ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും എന്താകാൻ തുടങ്ങി? ഹി സെപ്പറേറ്റഡ് ഹിംസെൽഫ്. എന്നിട്ട് അങ്ങനെ ഇരിക്കെയാണ് അവനെതിരെ ഒരു സിംഹം കടന്നു വന്നത്. അപ്പനും അമ്മയും കൂടില്ലെങ്കിൽ എന്താ? സിംഹത്തെ അവൻ തോൽപ്പിച്ചു. എന്താണ് കാരണം? ഇവൻ ജനിക്കുന്നതിന് മുമ്പേ ഇവന്റെ അപ്പനും അമ്മയും ഇരുന്ന് വ്രതമെടുത്ത് ദൈവത്തോട് നടത്തിയ ബന്ധം. ഇന്ന് എന്നെ കേൾക്കുന്ന എന്റെ കുഞ്ഞുങ്ങളോട് പറയട്ടെ, അപ്പനും അമ്മയും അറിയാതെ സകല പരിപാടിയും കാണിക്കുമ്പോഴോ നമുക്കൊന്നും പറ്റാത്തതിന്റെ ഒരു കാരണം നമുക്ക് വേണ്ടി അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും എവിടെയോ തുരുത്തിയിലാക്കപ്പെടുന്നുവെന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല യൗവനത്തിന്റെയും കൗമാരത്തിന്റെയും തിളപ്പിനകത്ത് ഞാൻ കൂട്ടിയ സകല കൊള്ളരുതായ്മയിലോ ഞാൻ സംരക്ഷിക്കപ്പെട്ടതിന്റെ പിമ്പിൽ, ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നതിന്റെ പിമ്പിൽ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി ഒഴുക്കിയ കണ്ണുനീരാണെന്ന് ഞാൻ വിളിച്ചു പറയാ. സിംഹം കയറി വന്നപ്പോൾ ശിംശോൻ കൊന്നതിന്റെ കാരണം, ശിംശോൻ അതിനെ നശിപ്പിച്ചതിന്റെ കാരണം, അവന്റെ അമ്മ അവൻ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തുടങ്ങി ദൈവത്തോട് ചെയ്ത നിയമന, അവന്റെ അമ്മയ്ക്ക് ദൈവം നൽകിയ ദർശന, അവന്റെ അമ്മയുടെ അടുക്കൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ദൂതൻ, അതാണ് ശിംശോനെ ശക്തീകരിച്ചത്. സ്തോത്ര. പക്ഷേ അവൻ ഈ കാര്യമൊന്നും എന്ത് ചെയ്തില്ലെന്നറിയാമോ? അമ്മയുടെ അടുത്ത് പറഞ്ഞില്ല. അവൻ ഈ കാര്യമൊന്നും അമ്മയുടെ അടുത്ത് പറയാതെ പിന്നെ അവൻ എന്ത് പറഞ്ഞെന്നറിയാമോ? അവൻ ചെന്ന വീട്ടിലെ കൂട്ടുകാരുടെ അടുക്കൽ പറഞ്ഞു. അവൻ അമ്മയുടെ അടുക്കൽ പറഞ്ഞില്ല. ചെന്ന വീട്ടിൽ 30 തോഴന്മാരെ വിളിച്ചോണ്ടിരുത്തി ആദ്യം കണ്ട ആ കൂട്ടുകാരുടെ അടുക്കൽ പറഞ്ഞു. അമ്മയും അപ്പനും ഇന്ന് കാര്യങ്ങൾ എങ്ങനെയാ അറിയുന്നതെന്നറിയാമോ? സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സ്റ്റാറ്റസ് കണ്ടിട്ട് നാട്ടുകാർ വിളിച്ചു പറയുമ്പോഴാണ് അപ്പനും അമ്മയും അറിയുന്നത്. നോക്കൂ, ഇവിടെ ഇത്രത്തോളം ഒക്കെ സംഭവങ്ങളായി. ഇനി അടുത്ത ഒരു ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ ഇത് കഴിഞ്ഞു. ഇതിന്റെ ഇമ്പാക്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ 2022 ഇവൻ കാണിച്ചതിന് അന്നേരം ഒന്നും ഒരു കുഴപ്പമില്ല. നാളുകൾ കഴിഞ്ഞു, അവൻ അവിടെ പോയി കണ്ടിട്ട് മടങ്ങി വന്നു. എന്നിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് കല്യാണത്തിനായിട്ട് പോവുകയാണ്. ഇങ്ങനെ കല്യാണത്തിനായിട്ട് പോകുന്ന സമയത്ത് ഈ മുന്തിരിത്തോട്ടത്തിൽ പിന്നെയും എത്തിയപ്പോൾ അവൻ പിന്നെയും എന്ത് ചെയ്യുകയാണെന്നറിയാമോ? നോക്കൂ, അവിടെ പിന്നെയും പതുക്കെ അപ്പന്റെ അമ്മയുടെ അടുത്തുനിന്ന് ഇവൻ പകലെ അകലുകയാണ്. 8-ാം വാക്യം, കുറെ കാലം കഴിഞ്ഞ ശേഷം അവൻ അവളെ വിവാഹം കഴിപ്പാൻ തിരികെ പോകയിൽ സിംഹത്തിന്റെ ഉടൽ നോക്കേണ്ടതിന് മാറി ചെന്നു. സിംഹത്തിന്റെ ഉടലിനകത്ത് ഒരു തേനീച്ച കൂട്ടവും തേനും കണ്ടു. മുന്തിരിത്തോട്ടത്തിൽ ആദ്യം ഇവനെ നശിപ്പിക്കാൻ ആരാ വന്നതെന്നറിയാമോ? ഒരു ജീവനുള്ള സിംഹം. പക്ഷെ ഇപ്പൊ അവൻ അതിനെ ജയിച്ചു. പക്ഷെ പിറ്റേ പ്രാവശ്യം അവൻ അതുവഴി പോയപ്പോൾ അവനൊരാഗ്രഹം, എന്തു ചെയ്യണം? എനിക്ക് ശവം കാണണം. പക്ഷെ സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, നാസീർ വ്രതസ്ഥന്റെ പ്രമാണം, അപ്പനും അമ്മയും മരിച്ചാൽ പോലും എന്തു ചെയ്യരുത്? ശവം കൊണ്ട് തന്നെ അശുദ്ധനാക്കരുത്. പക്ഷേ അവന്റെ ചിന്ത ഇപ്പൊ എന്താണെന്നറിയാം? ശവം കൊണ്ട് തന്നെ അശുദ്ധമാക്കരുതെന്നുള്ള ചിന്തയിൽ നിന്ന് അവൻ മാറി ശവത്തെ കാണണം. അവൻ ശവത്തെ കാണാൻ പോയി. ശവത്തെ കാണാൻ പോയപ്പോൾ ശവത്തിനകത്ത്, അസ്ഥികൂടത്തിനകത്തൊരു സാധനം ഇരിക്കുന്നു, തേൻകൂട്. ഹല്ലേലൂയ. നോക്കൂ, അവനെ സിംഹം അലറി വന്നപ്പോൾ അവനെ തോപ്പിക്കാൻ പറ്റിയില്ല. ഇപ്പോ അവനെ തോപ്പിക്കാൻ എന്താണ്? സിംഹത്തിന്റെ അസ്ഥിക്കകത്ത് എന്തിരിക്കുന്നു?
തേനിരിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളോടൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിൽ നിങ്ങളെ തകർക്കാൻ തക്കവണ്ണം രോഗവും ദീനവും കഷ്ടവും അപകടവും വേദനകളും ഒക്കെ കടന്നു വന്നു. പക്ഷേ കർത്തൃദാസന്മാരുടെ അഭിഷക്തന്മാരുടെ പ്രാർത്ഥനയാലും നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുനീരാലും നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. പക്ഷെ അതിൻ്റെ അടുത്ത തലത്തിലേക്ക് വരുമ്പോൾ അലറുന്ന സിംഹമല്ല, ചത്ത സിംഹത്തിൻ്റെ അസ്ഥികൂടിലെ മധുരിപ്പിക്കുന്ന തേനാണ് പ്രലോഭിപ്പിക്കുന്നത്. ശിംശോൻ ആ അസ്ഥിക്കകത്തു നീ തേൻ കൂടെടുത്തു. എടാ നാണം കെട്ടവനെ, നീ ആ ശവത്തിനകത്തുനിന്ന് തേനെടുത്ത് തിന്നുന്നു. അവൻ എന്നിട്ട് അതെടുത്ത് തിന്നും കൊണ്ടങ്ങ് നടന്നു. വീട്ടിൽ ചെന്നപ്പം അമ്മയ്ക്കും ഒരു ഷവർമ കൊണ്ട് കൊടുത്തു. അവൻ കൊണ്ട് അമ്മയ്ക്കും കൊടുത്തു, അപ്പനും കൊടുത്തു. പക്ഷേ അവർ ചോദിച്ചുമില്ല ഇതെവിടുന്നാണെന്ന്, അവൻ പറഞ്ഞുമില്ല ഇതെവിടുന്നാണെന്ന്. നോക്കൂ, ആദ്യത്തെ യാത്രയിൽ അമ്മയിലും അപ്പനിലും നിന്ന് ഫെലോഷിപ്പ് പോയി, പേരൻസുമായിട്ടുള്ള ബോണ്ട് പോയി. ഇപ്പോൾ ബോണ്ട് മാത്രമല്ല പോയത്, പലതും ഹൈഡ് ചെയ്യാൻ തുടങ്ങി. സഹോദരങ്ങളെ, ഇതിൻ്റെ ഇമ്പാക്റ്റ് ശിംശോനെ എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്ന് നിങ്ങൾക്കറിയണം. അവിടം തുടങ്ങി അവൻ്റെ താളം തെറ്റാൻ തുടങ്ങി. അവൻ ചെന്നിരുന്നിടത്ത 30 തോഴന്മാർ അവനെ തോൽപ്പിക്കാൻ കാരണമായത് ഈ സിംഹത്തെ കൊന്നു കഴിഞ്ഞപ്പോഴുള്ള കോൺഫിഡൻസ് ആണ്. മല്ലനിൽ നിന്ന് മാധുര്യവും ഭോക്താവിൽ നിന്ന് ഭോജനവും പുറപ്പെട്ടു. അവൻ കടങ്കഥ പറഞ്ഞു. എവിടെയാണത് തുടങ്ങിയത്? മുന്തിരിത്തോട്ടത്തിലെ സിംഹം. സ്തോത്രം. അവിടെ നിന്ന് അവസാനം അവരെ തല്ലിക്കൊന്നു. പ്രശ്നം എവിടെ ആരംഭിച്ചത്? മുന്തിരിത്തോട്ടത്തിലെ സിംഹം. ഏറെ കാലങ്ങൾക്ക് ശേഷം ലേഹിയിൽ അവനെതിരെ യുദ്ധം ചെയ്യുവാൻ ആളുകൾ കടന്നു വരുമ്പോൾ ഇവിടെ മുന്തിരിത്തോട്ടത്തിൽ കയ്യിലൊന്നുമില്ലാതിരിക്കെ അവൻ സിംഹത്തെ കീറിക്കളഞ്ഞു. ഇപ്പം ലേഹിയിൽ വന്നപ്പോൾ കയ്യിലൊന്നുമില്ലാതിരിക്കെ അവൻ അവിടെ ഇവിടെയും തപ്പുക. എന്തെങ്കിലും ഉണ്ടോ? ഒരു വടിയെങ്കിലും കിട്ടുമോ? ഒരു കല്ലെങ്കിലും കിട്ടുമോ? അപ്പോൾ അവൻ്റെ പവർ എന്ത് ചെയ്തു? കുറഞ്ഞു. പവർ കുറഞ്ഞു. കാലങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും യുദ്ധം വരുമ്പോൾ അവൻ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? അവൻ തപ്പി നോക്കുകയാണ്. ഞാനൊന്ന് ചാരാൻ തപ്പി നോക്കുകയാണ്. സഹോദരങ്ങളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ. പാപം ഒരിക്കലും നമ്മളെ ഒറ്റ ദിവസം കൊണ്ട് സീറോ ആക്കത്തില്ല. പാപം ഒരിക്കലും നമ്മളെ ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കത്തില്ല. ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. കുറേശ്ശെ 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 നമ്മുടെ ബലം ചോർന്ന് പോയിക്കൊണ്ടിരിക്കും. ഒരു നാളിൽ നമ്മൾ അറിയും. ഇനി അടുത്തതായിട്ട് ഇവൻ തിമ്നയിലേക്ക് പോകാൻ, ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, തിമ്നയിലേക്ക് പോകാൻ ഇവനെ പ്രേരിപ്പിച്ച ഘടകം ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി ഇവനെ ഇൻഫ്ലുവൻസ് ചെയ്തത് എങ്ങനെയെന്ന് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 1-3 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും, അവൻ അവളെ കണ്ടു ബോധിച്ചു. അവൻ അവളെ കണ്ടു ബോധിച്ചു. അപ്പോൾ അവൻ തിമ്നയിലേക്ക് പോകാൻ, അവളെ സ്നേഹിക്കാൻ കാരണം എന്താണെന്നറിയാമോ? അവൻ്റെ കണ്ണുകൾ, അവൻ്റെ കാഴ്ചയിലായിരുന്നു. അവനൊരു കാര്യം ഇഷ്ടപ്പെട്ടു. എന്താ ഇഷ്ടപ്പെട്ടത്? എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ അവൻ വഴിതെറ്റിയത് അവൻ്റെ കണ്ണുകൾ കൊണ്ടാണെങ്കിൽ അവസാനം ശത്രു പിഴുതെടുത്തത് എന്താണെന്നറിയാമോ? അവൻ്റെ കണ്ണുകൾ തന്നെ. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇവന് അവളെ ബോധിച്ച രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പിന്നെ അവൻ ചെന്ന് ആ സ്ത്രീയോട് സംസാരിച്ചു. അവളെ ശിംശോന് ബോധിച്ചു. ഒന്നാമത് കണ്ടപ്പം ബോധിച്ചു. രണ്ടാമത് അവളുടെ സംസാരം നന്നേ ബോധിച്ചു കേട്ടോ. എത്ര മണിക്കൂർ ഇരുന്ന് വർത്താനം പറഞ്ഞാലും ഒരു ശല്യമില്ല. എന്ത് റിലാക്സ് ആയെന്നറിയാമോ? 10 മിനിറ്റ് നിൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞപ്പോഴാ, ചാറ്റ് ചെയ്തപ്പോഴാ ഒന്ന് റിലാക്സ് ആയത്. അവന് ബോധിച്ചു. പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ ബോധിക്കാൻ തക്കവണ്ണം കണ്ട അവൻ്റെ കണ്ണുകൾ നഷ്ടമായി. ശത്രു കൊണ്ടുപോയി. ഞാൻ പറഞ്ഞില്ലേ, അവൾ സംസാരിച്ചു, അവന് ബോധിച്ചു. പക്ഷേ അതിൻ്റെ തുടർന്നുള്ള ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ
16 വരുമ്പോൾ ന്യായാധിപന്മാർ 16 എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? അവൾ ഇങ്ങനെ നിരന്തരം സംസാരിച്ച് അവനെ അസഹ്യപ്പെടുത്തി. ആദ്യം ബോധിച്ച റിലാക്സ് ചെയ്ത ടോക്കറ്റീവ് പേഴ്സൺ ഇപ്പോൾ എന്താണെന്നറിയാമോ? വർത്തമാനം പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുക. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞേക്കും അത് ശിംശോൻ്റെ ദലീലയുടെ. എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാക്കത്തില്ല. ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. ഇന്നിത് പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ല, ഇന്നിത് പറഞ്ഞാൽ തലേ കയറത്തില്ല. പിന്നെ അങ്ങേ അറ്റം പോയാൽ പറയും ഇതൊക്കെ കാരണമാണ് ഞാൻ സഭായോഗത്തിനേ വരാത്തതെന്ന്. ഇതൊക്കെ കേൾക്കാൻ വയ്യാത്തോണ്ടാ സഭായോഗത്തിനേ വരാത്തതെന്ന്. ഇന്ന് പകൽ എൻ്റെ സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളോട്, എൻ്റെ കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ, സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. സിംഹത്തിൻ്റെ വായിൽ നിന്ന്. ഈ സ്ത്രീ ദലീല ഇവനെ 3 വിധത്തിലാണ് ഒതുക്കിയത്. ഒന്ന്, അവളെ കണ്ടിട്ട് എന്ത് ചെയ്യണം? ശിംശോൻ ഇൻഫ്ലുവൻസ്ഡ് ആവണം. 2, എൻ്റെ സംസാരം കേട്ടിട്ട് അവൻ ഇൻഫ്ലുവൻസ് ആകണം. 3, ഇവർ തമ്മിൽ അടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൾ എങ്ങനെയാണ് ഇവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് അറിയാമോ? 7 ദിവസം വിരുന്നിലും അവൾ അവൻ്റെ മുമ്പാകെ ഇരുന്ന് കരഞ്ഞു. സ്തോത്രം. അപ്പം 3 എങ്ങനെയാണെന്നറിയാമോ? ഇമോഷണൽ ഇൻഫ്ലുവൻസ്. ഒന്ന് കാണാനുള്ള കാഴ്ചകളിൽ കൂടെയുള്ള ഇൻഫ്ലുവൻസ്. ഒരു പെൺകുട്ടിയെ, ഒരു ആൺകുട്ടിയെ ഒരു മനുഷ്യൻ ആദ്യം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? കാഴ്ചയിൽ കൂടെ. അവൻ്റെ ഫോണായിരിക്കാം, അവൻ്റെ 6 പാക്ക് ആയിരിക്കാം, അവൻ്റെ ബൈക്കായിരിക്കാം, അവളുടെ ബാഗായിരിക്കാം, അവളുടെ ഹെയർ സ്റ്റൈലായിരിക്കാം, അവളുടെ ലിപ്സ്റ്റിക് ആയിരിക്കാം. കാഴ്ചകളിൽ കൂടെ. 2 എങ്ങനെയാണെന്നറിയാമോ? വാക്കുകളിൽ കൂടെ. 3 എങ്ങനെയാണെന്നറിയാമോ? ഇമോഷനിൽ കൂടെ, കരച്ചിലിൽ കൂടെ. നീ ഇല്ലെങ്കിൽ ഞാൻ ചത്തുകളയും, നീ ഇല്ലാത്ത ഒരു ജീവിതം. യെസ്, നോ, ഇമോഷണലി പിടിക്കുക. അത് കഴിയുമ്പോഴാണ് കുട്ടികൾ പറയുന്നത് ഞാൻ അവളെ കണ്ടിട്ടൊന്നുമല്ല, എനിക്ക് അതൊക്കെ മറന്നുപോയി, കണ്ടത് മറന്നുപോയി, പറഞ്ഞതും മറന്നുപോയി. ഇപ്പം മനസ്സിനകത്ത് നിൽക്കുന്നത് മുഴുവൻ എന്താണെന്നറിയാമോ? ഇമോഷണൽ അറ്റാക്ക്. അവൾ 7 ദിവസം ഇരുന്ന് കരഞ്ഞു. ഒരപ്പനും അമ്മയും മരിച്ചാലിരുന്ന് കരയോ? 7 ദിവസം കരയത്തില്ല. പെട്ടിയെടുത്ത് കുഴി വെച്ച് കഴിയുമ്പോഴത്തേക്ക് വയറ് വിശക്കുന്ന കഞ്ഞി എങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കും. അടക്കം കഴിഞ്ഞ് വരുമ്പം ചോദിക്കും കഞ്ഞി ഉണ്ടോയെന്ന് ചോദിക്കും. അതിൻ്റെ പിറ്റേ ദിവസം കഴിയുമ്പം ചോദിക്കും പഴയ മീൻചാറ് പോലും ഇവിടെ ഇരിപ്പില്ലയോ എന്ന് ചോദിക്കും. അത്രയേ ഉള്ളൂ. അതേസമയം അവൻ്റെ മുമ്പിൽ 7 ദിവസം കരഞ്ഞു. നോക്കൂ, പിശാചിൻ്റെ സ്ട്രാറ്റജീസ് നോക്കൂ. സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. ശിംശോൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചോ? എൻ്റെ സഹോദരങ്ങളെ, ഒരു ഭാഗത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ശിംശോൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചുവെന്ന് തോന്നിയേക്കാം. പക്ഷേ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് കടന്നു വന്നാൽ അവനെ നശിപ്പിച്ചത് മുഴുവൻ എന്തായിരുന്നെന്നറിയാമോ? ആ സിംഹമായിരുന്നു. ഒരു എത്തീസ്റ്റിക് വീക്ഷണത്തിൽ നിങ്ങൾക്കിതിനോട് എതിർത്ത് നിൽക്കാം എന്നോട്. പക്ഷേ അതിൻ്റെ ആൻസർ എൻ്റെ കയ്യിലുണ്ട്. ശിംശോൻ ശവത്തെ തുടരുതെങ്കിൽ പിന്നെന്തിനാ ശിംശോനെ കൊല്ലാൻ ദൈവം തിരഞ്ഞെടുത്തത്? അപ്പോൾ കൊല്ലുന്ന കൂട്ടത്തിൽ ശവത്തെ തൊടത്തില്ലായിരുന്നോ? ഈ ഒരു ഡോക്ടറിനെ നിങ്ങൾക്ക് കൺഫ്രണ്ട് ചെയ്യാം ഈ ഒരു വിഷയത്തിൽ കൂടെ. പക്ഷേ അതിന് ആൻസർ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് അടുത്ത ഭാഗം പറയേണ്ടത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിക്കുക. ഈ സിംഹത്തിൻ്റെ വായിൽ നിന്ന് എങ്ങനെ രക്ഷ പ്രാപിക്കാൻ കഴിയും? അതിനൊന്ന് ഞാൻ പറയും, തിന്മയിലേക്കുള്ള പോക്കുകൾ നിർത്തുക. ഞാൻ ആ തിന്മ എന്നുള്ള വാക്കിനെ ഇങ്ങനെ വിളിച്ചു പറയും, തിന്മയിലേക്കുള്ള പോക്കുകളെ നിർത്തുക. കണ്ണുകൊണ്ട് ആകർഷിക്കപ്പെടുന്ന ഇടങ്ങളിലേക്കുള്ള പോക്കുകൾ നിർത്തുക. യെസ്, എല്ലാം നമ്മുടെ ജീവിതത്തിൽ യൂസ്ഫുള്ളാണ്. പക്ഷേ യാതൊന്നും നമ്മളെ കൺട്രോൾ ചെയ്യാൻ പാടില്ല. എൻ്റെ സഹോദരങ്ങളെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും വലിയൊരു ഭയം എന്താണെന്നറിയാമോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും വലിയ ഭയം, ആദ്യം നമ്മൾ റോബോട്ടിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും, അവസാനം ഈ റോബോട്ട് തിരിച്ച് നമ്മളെ അടിമപ്പെടുത്തുമോ? അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് ടെക്നോളജി ഏറ്റവും ഭയപ്പെടുന്ന ഒരിതാണ്.
നാളെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യനെ ഭരിക്കുമോ? കാരണം മനുഷ്യൻ്റെ ഇൻ്റലിജൻസിനെക്കാട്ടിലും ബയോളജിക്കൽ ഇൻ്റലിജൻസിനെക്കാട്ടിലും വലുതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ത് ചെയ്തേക്കാം? മനുഷ്യനെ തിരികെ ഭരിച്ചേക്കാം. ഇന്ന് അത് തന്നെയല്ലേ സംഭവിച്ചത്? ഓരോ മനുഷ്യനും അവൻ്റേതായിട്ടുള്ള ഗാഡ്ജറ്റുകൾ വാങ്ങിയത് അവൻ്റെ ഉപയോഗത്തിന് വേണ്ടിയാണ്. ഓരോ മനുഷ്യനും അവൻ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുടങ്ങിയത് ഒരുപക്ഷെ അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയായിരിക്കും. പക്ഷേ ഇന്ന് അത് എന്ത് ചെയ്യുകയാണെന്നറിയാമോ? അത് മനുഷ്യനെ തിരികെ ഭരിക്കുകയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു ഐഫോൺ ആണെങ്കിലോ, നിങ്ങൾ ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡോ ഗൂഗിളോ എന്തുമാകട്ടെ, അതിനകത്തൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. നിങ്ങൾ എത്രമാത്രം അത് ഉപയോഗിച്ചോ, നിങ്ങൾ എന്തിനു വേണ്ടി അത് ഉപയോഗിച്ചോ. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് കിടക്കുന്നതിന് മുമ്പേ ഈ ലാസ്റ്റ് വീക്കിലെ ഉപയോഗം നിങ്ങൾ എടുത്തു നോക്ക്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ ഫോൺ 1 ലക്ഷമോ 1.5 ലക്ഷമോ 2 ലക്ഷമോ ഉള്ള ഫോൺ നിങ്ങൾ വാങ്ങി വെച്ച് അത് ഉപയോഗിച്ചത് ഈ ഒരാഴ്ച എന്തിനു വേണ്ടി ഉപയോഗിച്ചോ? എത്രമാത്രം നിങ്ങളുടെ നല്ല പർപ്പസിന് വേണ്ടി, നിങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടി, നിങ്ങളുടെ വർക്കിങ്ങിന് വേണ്ടി എത്രമാത്രം ഉപയോഗിച്ചു? ഐഫോണൊക്കെയാണ് വളരെ വ്യക്തമായിട്ട് അത് പറയും. നിങ്ങളുടെ ഗുണകരമായ വിഷയങ്ങൾക്ക് വേണ്ടി എത്ര നേരം ഉപയോഗിച്ചോ? ഇല്ല, ചുമ്മാതെ മാന്തിക്കൊണ്ടിരിക്കാൻ എത്ര നേരം? എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, ഈ 1.5 ലക്ഷം രൂപയുടെ സാധനമെടുത്ത് ജീവിതത്തിൻ്റെ 80% വെറുതെ മാന്തിപ്പോയെങ്കിൽ ലൈഫിൻ്റെ നല്ല കെട്ടുപണിയുടെ കാലങ്ങൾ തകർക്കപ്പെടുകയാണെന്ന് തിരിച്ചറിയണം. ഇതിൽ ഫൗണ്ടേഷൻ ഇടുന്ന സമയമാണ്. ഇത് ബിൽഡപ്പ് ആവുന്ന സമയമാണ്. നാളുകളിൽ തല ഉയർത്തി നിൽക്കുവാനുള്ള സമയമാണ്. ലൈഫിനെ പൂർണ്ണമായി നശിപ്പിച്ചു കളയുവാൻ ഇടവരരുത്. എല്ലാം നമുക്കുണ്ടായിരിക്കണം. പക്ഷേ അതിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ കൺട്രോൾ ചെയ്യണം. ഒരിക്കലും അത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഇടവരരുത്. ഒരു ദിവസം നെറ്റില്ലെങ്കിൽ ഇറിറ്റേറ്റ് ആകുമോ? ഒരു ദിവസം വാട്സപ്പ് ബ്ലോക്ക് ആയാൽ ഇറിറ്റേറ്റ് ആകുമോ? ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിൽ ഇറിറ്റേറ്റ് ആകുമോ? എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, ഒരു ദിവസം അതില്ല എങ്കിൽ വേറെ ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നവനാകണം. ഇന്ന് രാവിലെ വീട്ടിൽ അമ്മ പറയുകയാണ്, മോനെ ദോശമാവ് ശരിയായില്ലെന്ന് പറഞ്ഞാൽ അവൻ അടുത്തത് ചോദിക്കും, അമ്മ ഇവിടെ ബ്രെഡ് ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കും. ഓക്കെ, ഇല്ല ചപ്പാത്തി അവന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അവൻ ഉടനെ വേറെ ഒരു ഓൾട്ടർനേറ്റീവ്. ഈവൻ നമ്മുടെ ഫുഡിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? ഒരു ഓൾട്ടർനേറ്റീവ് തേടും. ഓക്കെ, ഫോണിൻ്റെ ചാർജ് തീർന്നു, ഇറിറ്റേറ്റ് ആവുകയല്ല, അതിൽ വേറെ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ മൈൻഡിന് ഒരു ഓൾട്ടർനേറ്റീവ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ആരുടെയെങ്കിലും ഒരു മൊബൈലിനെ ഞാൻ പിടിച്ചെടുത്ത് വെച്ചിട്ട് നിങ്ങളെ വീട്ടിൽ വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് മുഴുവൻ ഗ്ലൂമി ആയിട്ട് ആകെ പല്ലിഞ്ഞെറുമി വീട്ടിൽ അമ്മയ്ക്കും ചവിട്ട് കൊടുത്ത് അപ്പൻ്റെ നേരെ മുഖം വീർപ്പിച്ച് ഇനി പാസ്റ്ററെ പറയാവുന്നതെല്ലാം പറഞ്ഞ് നിങ്ങളിരിക്കുമോ? അതോ നിങ്ങളൊരു ഓൾട്ടർനേറ്റീവിലേക്ക് മാറുമോ? ഇഫ് യു ക്യാൻ മൂവ് ടു ആൻ ഓൾട്ടർനേറ്റീവ്, യു ആർ എ സക്സസ്ഫുൾ പേഴ്സൺ. ഇല്ല, ഒരു ഫോണിൻ്റെ അഭാവം നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയെങ്കിൽ ട്രൂലി നിങ്ങൾ അതിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. ജീസസ്. ഞാൻ ആ വിഷയത്തെ വിടട്ടെ, നമുക്ക് മുമ്പോട്ട് പോകാം. സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവം. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളാരും ആ സിംഹത്തിൻ്റെ വായിലോ ഉടലിലോ പെട്ടുപോകരുത്. നമുക്കൊരു നല്ല ഭാവിയുണ്ട്. ഈ 2022 ലോകം തീരത്തില്ല. ഐഫോൺ 14 ലോകം തീരത്തില്ല. ഐഫോണിലെ ലോകം തീരത്തില്ല. ഞാനൊക്കെ സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഏറ്റവും വലിയ ഹിറ്റായിരുന്നു ബ്ലാക്ക്ബെറീസ് എന്ന് പറയുന്ന ഫോൺ. അന്ന് ക്ലാസ്സിലൊക്കെ ഒരാൾക്ക് കാണുമേ ബ്ലാക്ക്ബെറീസ് കാണത്തുള്ളൂ. ബ്ലാക്ക്ബെറീസ് ഉള്ളവനാണ് കിങ്. പക്ഷേ ഇന്ന് ബ്ലാക്ക്ബെറീസ് എവിടെയാണ്? കാണാനുണ്ടോ? ഇല്ല. മൊബൈൽ ഫോൺ നമുക്കൊക്കെ പരിചയപ്പെടുത്തിയത് ആരാണ്? നോക്കിയാണ്. നിങ്ങളിന്ന് ശ്രീപെരുമ്പുതൂരിലൂടെ പോകുമ്പോൾ കാണാം കാട് പിടിച്ച് കിടക്കുന്ന നോക്കിയുടെ ബിൽഡിംഗ്. ഒരു 15 വർഷം മുമ്പ് ഈ ചെന്നൈ പട്ടണത്തിൽ കൂടെ സഞ്ചരിച്ചാൽ നോക്കിയയുടെ വെള്ള വണ്ടികൾ ഇങ്ങനെ തേരാപ്പാര പായുമായിരുന്നു. എവിടെ നോക്കിയാലും നോക്കിയയുടെ വണ്ടികളായിരുന്നു. അന്ന് കരുതി ഫിൻലാൻഡ് ലോകത്തെ കീഴടക്കുമെന്ന്. പക്ഷേ എവിടെ? നത്തിങ്. ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഇത് ഒന്ന്, ഒരു മനുഷ്യനെ വട്ടം കെട്ടുകയാണ്. 2, ഇതൊരു മനുഷ്യനെ എതിർ ക്രിസ്തുവിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്കറിയാമോ, ഒരു ഐഫോൺ 1.5 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോൾ ആഫ്റ്റർ 1 ഇയർ, 1 വർഷം കഴിയുമ്പോൾ അവരത് 40,000 രൂപയ്ക്ക് അതേ സാധനം മാർക്കറ്റിൽ ഇറക്കും. ഒരെണ്ണത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് 15,000 രൂപയിൽ താഴെയാണ് ഒരു ഐഫോണിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്. പിന്നെ ഇതിനെന്തിനിവർ 1.5 ലക്ഷം രൂപ മേടിക്കുന്നു? ഈ ബാക്കി 90% അവരുടെ പ്രോഫിറ്റാണോ? അല്ല, അവരുടെ പ്രോഫിറ്റല്ല. ഞാൻ ഇന്ന് 1.5 ലക്ഷം രൂപ കൊടുത്ത് ഒരു ഐഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ
അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് 15,000 20,000 ആകട്ടെ, പോട്ടെ 50,000 അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റും സെല്ലേഴ്സ് പ്രോഫിറ്റും എല്ലാം കൂടെ പോകട്ടെ. ബാക്കി അതിൻ്റെ 1,00,000 അവരെന്തിനു വേണ്ടി ചിലവാക്കുകയാണെന്നറിയാമോ? അതിൻ്റെ അടുത്ത വെർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള R&Dയിലേക്ക്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് ഇടുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ഓരോ വർഷവും ഓരോ ₹1,00,000 വീതം നിങ്ങൾ ഐഫോൺ അപ്ഗ്രേഡ് ചെയ്യാൻ കൊടുക്കുമ്പോൾ വർഷം ₹1,00,000 വീതം നിങ്ങൾ എതിർ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ട്രൂ. നിങ്ങൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഐഫോൺ നിങ്ങൾ 3 വർഷമോ 4 വർഷമോ ഉപയോഗിച്ച് കഴിയുമ്പോൾ അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ അതിൻ്റെ ബാറ്ററി ലൂസാകും. നോക്കൂ, നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി പോലും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ടെക്നോളജി ആണ്. നോക്കൂ, നിങ്ങൾ എത്രമാത്രം അടിമകളായി പോകുന്നു, നിങ്ങൾ എത്രമാത്രം അടിമകളായി പോകുന്നു. ഇതൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഇടയിൽ ഒരു ചോദ്യം ഉയർന്നു വരും, നിങ്ങൾക്കൊക്കെ ഇത് പറയാം പാസ്റ്ററെ, കാരണം നിങ്ങളിങ്ങനെ ബൈബിളുമായിട്ട് നടക്കുന്നവരല്ലേ. പക്ഷെ ഇന്നിൻ്റെ ലോകത്തിൽ ഇത് ഇല്ലാതെ ജീവിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. പക്ഷെ ഞാനൊരു യാഥാർത്ഥ്യം പറയട്ടെ. ഐഫോണിൻ്റെ ഫൗണ്ടർ സ്റ്റീവ് ജോബ്സിൻ്റെ മകൾ iPhone Proയ്ക്ക് ഒട്ടും ഇൻട്രസ്റ്റ് കാണിച്ചില്ല. പരസ്യമായി സ്റ്റീവ് ജോബിൻ്റെ മകൾ പറഞ്ഞു, നിങ്ങൾ iPhone 14 നിങ്ങൾ എന്തോ കുന്തമാണ് ഉണ്ടാക്കിയത്, ഇത് എന്തിന് മനുഷ്യൻ കാശ് കൊടുത്ത് മേടിക്കുക? സ്റ്റീവ് ജോബിൻ്റെ മകളി പറഞ്ഞു, ക്യാമറയ്ക്ക് വലിപ്പം കൂട്ടി, ഇടത്തിരുന്ന ക്യാമറ എടുത്ത് വലത്തോട്ട് വെച്ചു, സെൻസർ താഴോട്ട് പിടിപ്പിച്ചു, ഇതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന് സ്റ്റീവ് ജോബിൻ്റെ മകൾ ചോദിച്ചു. സ്റ്റീവ് ജോബിൻ്റെ മകൾക്ക് വേണ്ടാത്ത 14 വേണ്ടി നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ തമിഴ്നാട്ടിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ എത്ര വീട്ടിൽ പിള്ളേർ കിടന്ന് വഴക്കുണ്ടാക്കുന്നതെന്നറിയാമോ? സ്റ്റീവ് ജോബിൻ്റെ മകൾക്ക് വേണ്ടാന്നേ. ഈ സ്ക്രാപ്പെല്ലാം നമുക്ക് മതി. നിങ്ങളുടെ ആ മാതാപിതാക്കളുടെ അടുക്ക് പറഞ്ഞു, അമ്മയ്ക്കൊന്നും ഒരു ബോധമില്ലെന്ന്. നിങ്ങൾ സ്റ്റീവ് ജോബിൻ്റെ മകളുടെ അടുത്തൂടെ ചെന്നിട്ട് പറയണം, കൊച്ചെ നിനക്കൊരു ബോധമില്ലെന്ന് പറയണം. നിൽക്കട്ടെ, ആ വിഷയത്തിൽ നിന്ന് നമുക്ക് വിടാം, അടുത്ത ഭാഗത്തിലേക്ക് വരാം. സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് നാം രക്ഷ പ്രാപിക്കുക. അടുത്തതായി തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ ആർക്കെതിരെയാണ് സിംഹം കടന്നു വരുന്നത്? സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുക. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 17-ാം അധ്യായം 34-ാം വാക്യം. ഞാൻ ആരംഭത്തിങ്കൽ പറഞ്ഞു, അമ്മയുടെ അപ്പൻ്റെയും ബോണ്ടിനകത്തുനിന്ന് മാറിപ്പോകുന്നവൻ്റെ നേരെയാണ് സിംഹം വരുന്നതെന്ന്. അമ്മയുടെ അപ്പൻ്റെ അടുക്കലും ഗ്യാപ്പ് വരുന്നവൻ്റെ അടുത്താണ് സിംഹം വരുന്നതെന്ന്. അവരുടെ അടുത്ത് മാത്രമല്ല സിംഹം വരുന്നത്. അടുത്ത ഒരാളെക്കുറിച്ച് ഞാൻ പറയാം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 34-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 1 ശമൂവേൽ 17:34 അവിടെ ദാവീദ് പറയുകയാണ്, അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്നു കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചെടുത്തു. ജീവിതത്തിലെ സക്സസ്ഫുൾ ഒരു പേഴ്സണാലിറ്റിയാണ് ദാവീദിൻ്റെ ഒരു ക്വാളിറ്റി ഇവിടെ പറയാം. ദാവീദ് ഏറ്റവും കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ഒരു ക്വാളിറ്റി എന്തായിരുന്നു എന്നറിയാമോ? ഹി വാസ് കൺസേൺഡ് അബൌട്ട് ദ ഫ്ലോക്ക് ഓഫ് ഹിസ് ഫാദർ. അവൻ്റെ അപ്പൻ്റെ ആടുകളെക്കുറിച്ച് അവൻ അറിയാമായിരുന്നു. ഇന്നിവിടെ ഇരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുക്ക ചോദിക്കട്ടെ, പപ്പയ്ക്ക് BP ഉണ്ടോ? അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ടോ? ആർക്കറിയാം? ഇല്ല. അവർക്ക് എത്ര BP ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പോട്ടെ, പപ്പ ഒരു മാസം എത്ര രൂപ EMI അടയ്ക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ റെൻറ്റ് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ മന്ത്ലി സർവീസ് ചാർജ് എത്ര കൊടുക്കുന്നതെന്നറിയാമോ? നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ കുട്ടികളുടെ അടുക്ക ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വീട്ടിൽ എത്ര റബ്ബർ ഷീറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ എന്ന്. സങ്കടകരമെന്ന് പറയട്ടെ, 80% കുട്ടികൾക്കും വീട്ടിൽ എത്ര റബ്ബർ ഷീറ്റ് ഉണ്ടെന്ന് അറിയത്തില്ല. കാരണം അപ്പൻ്റെ ആടുകളെക്കുറിച്ച് എന്തില്ല, ഉത്തരവാദിത്വമില്ല. പക്ഷേ ദൈവം തിരഞ്ഞെടുത്തവരെ ഒക്കെ നോക്ക്. ശൗലിനെ ദൈവം തിരഞ്ഞെടുത്തു, കാരണം അപ്പൻ്റെ കഴുതകളെ തേടുകയായിരുന്നു. ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു, കാരണം അപ്പൻ്റെ ആടുകളെ മേയ്ക്കുകയായിരുന്നു. ഫാദേഴ്സ് ബിസിനസ്. ഞാനിതിനെ രണ്ടർത്ഥത്തിൽ പറയാം. ഒന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ വിഷയങ്ങളോട് നിങ്ങൾക്ക് എന്തുണ്ടാകണമെന്നറിയാമോ? ഒരു സഹ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. 2, സ്വർഗീയ പിതാവിൻ്റെ വേലയുമായി, സ്വർഗീയ പിതാവിൻ്റെ ആടുകളുമായി നമുക്കൊരു ബന്ധമുണ്ടാകണം.
അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ശിംശോനെ സംബന്ധിച്ച് ശിംശോൻ അപ്പനെ അമ്മയും വിട്ടുപോയപ്പോഴാണ് സിംഹം വന്നത്. പക്ഷെ ദാവീദിന്റെ അടുക്കൽ സിംഹം വന്നത് എപ്പോഴാണെന്നറിയാമോ? അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഉത്തരവാദിത്വം ഉള്ളവൻ്റെ നേരെയും പിശാച് വരും, ഉത്തരവാദിത്വം ഇല്ലാത്തവൻ്റെ നേരെയും പിശാച് വരും. നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും പറയും, ഞാനാണെങ്കിൽ എല്ലാ ടാലൻറ്റ് സെർച്ചിനും ഞാൻ നന്നായിട്ട് പങ്കെടുത്തതാ, ഞാൻ ദൈവത്തെ സ്നേഹിച്ചതാ, ഞാനൊരു കുഴപ്പത്തിനും പോയിട്ടില്ല, പിന്നെ എനിക്കെന്താ ഈ പ്രശ്നം വന്നത്? എൻ്റെ കുഞ്ഞുങ്ങളെ, ദൈവത്തെ സ്നേഹിക്കുന്നവനും സേവിക്കാത്തവനും പോരാട്ടമുണ്ട്. അപ്പനെ വിട്ടുപോയ ശിംശോന്റെ നേരെ സിംഹം വന്നു, അപ്പൻ്റെ ആടുകളെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന ദാവീദിന് നേരെയും സിംഹം വന്നു. പക്ഷേ വ്യത്യാസമുണ്ട്. ഇതെന്തിനു വേണ്ടിയാണ് വന്നതെന്നറിയാമോ? അവൻ്റെ ആടുകളിൽ ഒന്നിനെ പിടിച്ചു കൊണ്ടുപോകാൻ, നിങ്ങളുടെ നന്മകളെ പിടിച്ചു കൊണ്ടുപോകാൻ. നിങ്ങളുടെ ആടുകളെയാണ് അവന് നോട്ടം, നിങ്ങളുടെ എഡ്യൂക്കേഷനെയാണ് നോട്ടം, നിങ്ങളുടെ പ്രോസ്പെറിറ്റിയാണ് നോട്ടം, നിങ്ങളുടെ വെൽബീയിങ്ങിനെയാണ് നോട്ടം, നിങ്ങളുടെ ഗോളുകളെയാണ് അവന് നോട്ടം. അവൻ അതിനെ പിടിച്ചു കൊണ്ടുപോകും. പക്ഷെ ദാവീദ് എന്ത് ചെയ്തെന്നറിയാമോ? ബിടെക്കിൻ്റെ ഒരു പേപ്പർ പോയെന്ന് പറഞ്ഞ് അത് സിംഹം കടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞ് അവൻ വീട്ടിലിരുന്ന് കരഞ്ഞില്ല. അവൻ എന്ത് ചെയ്തു? അവൻ ആ സിംഹത്തെ ചേസ് ചെയ്തു. അവൻ ആ ചേസ് ചെയ്ത് അതിനെ താടിക്കടിച്ച് അതിനെ പിടിച്ചെടുത്തു. ഞാൻ പറയട്ടെ എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഫാമിലി ലൈഫിലായിരിക്കാം, ഒരുപക്ഷെ എഡ്യൂക്കേഷനിലായിരിക്കാം, ഒരുപക്ഷെ പ്രൊഫഷനിലായിരിക്കാം, നമ്മുടെ ഒരു ആടിനെ ശത്രു ഒരു ദിവസം പിടിച്ചു കൊണ്ടുപോകും. അത് എൻ്റേതും പിടിച്ചു കൊണ്ടുപോകും, നിങ്ങളുടേതും പിടിച്ചു കൊണ്ടുപോകും. അത് പോകുമ്പം പോയെന്ന് പറഞ്ഞിരുന്ന് കരയുകയല്ല, ബാക്കി 32 പേപ്പറിൽ 30 എണ്ണം കിട്ടിയല്ലോ അത് മതി. നോ, കൊണ്ടുപോയ രണ്ടിൻ്റെ പുറകെ പോയി അതിനെ അടിച്ച് അതിനെ റിക്കവർ ചെയ്യുക. ജീവിതത്തിൽ നഷ്ടങ്ങൾ വരാം, പരാജയങ്ങൾ വരാം. +2 മാർക്ക് കുറഞ്ഞേക്കാം, ഗ്രാജുവേഷന് മാർക്ക് കുറഞ്ഞേക്കാം. പക്ഷെ അവിടെ കൊണ്ട് ലൈഫ് തീരുകയല്ല. നഷ്ടങ്ങളെ തിരികെ എടുക്കുക, നഷ്ടങ്ങളുമായി കോംപ്രമൈസ് ചെയ്യുകയല്ല, നഷ്ടങ്ങളെ കോമ്പൻസേറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, നഷ്ടങ്ങളുമായി കോംപ്രമൈസ് ചെയ്യുകയല്ല, നഷ്ടങ്ങളെ നമ്മുടെ ജീവിതം കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യുക. എൻ്റെ 2nd സെമസ്റ്ററിലെ പരാജയത്തെ ഞാൻ 3rd സെമസ്റ്ററിലും 4th സെമസ്റ്ററിലും എന്ത് ചെയ്യും? ഞാൻ കോമ്പൻസേറ്റ് ചെയ്യും. ഞാൻ 2ാമത്തെ സെമസ്റ്ററിൽ എനിക്ക് 40% കിട്ടിയുള്ളൂ. അതുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് 3ലും 4ലും 5ലും 6ലും 7ലും 8ലും ഞാൻ ആ 40യിൽ ഒതുങ്ങുകയല്ല. പകരം കോംപ്രമൈസിങ്ങിനെക്കാട്ടിലുപരിയായി കോമ്പൻസേഷനിലേക്ക് പോവുക, പരിഹാരങ്ങളിലേക്ക് കടന്നു പോവുക. സ്തോത്രം. ദാവീദിനെതിരെ സിംഹം വന്നു. പക്ഷെ ദാവീദ് എന്ത് ചെയ്തെന്നറിയാമോ? സിംഹത്തിൻ്റെ വായിൽ നിന്ന് താനും രക്ഷപ്പെട്ടു, തൻ്റെ ആട്ടിൻകുട്ടിയും രക്ഷപ്പെട്ടു. നിങ്ങളും രക്ഷപ്പെടണം, നിങ്ങളുടെ എഡ്യൂക്കേഷനും രക്ഷപ്പെടണം, നിങ്ങളും രക്ഷപ്പെടണം, നിങ്ങളുടെ പ്രൊഫഷനും രക്ഷപ്പെടണം, നിങ്ങളും രക്ഷപ്പെടണം, നിങ്ങളുടെ എല്ലാ നന്മകളും രക്ഷപ്പെടണം. സ്തോത്രം. അടുത്തതായി തിരുവെഴുത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മറ്റൊരു സിംഹത്തെ കാണാൻ കഴിയും. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ഇവിടെ ഒരു സിംഹത്തെക്കുറിച്ച് പറയുക. മുതിർന്നവരെന്നെ ഒന്ന് ശ്രദ്ധിക്കണമേ ഇനിയുള്ള സമയങ്ങൾ. അതിൻ്റെ അടുത്ത ഭാഗത്ത് ഇതെന്താണ് ഈ സിംഹത്തിൻ്റെ പ്രത്യേകത? അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു. അപ്പോൾ ഈ സിംഹത്തിൻ്റെ വായ എന്താണെന്നറിയാമോ? അതൊരുത്തനെ വിഴുങ്ങിക്കഴിഞ്ഞാൽ അവൻ കഷ്ടപ്പാടുകളിൽ കൂടി കടന്നു പോകും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, ഈ കഷ്ടങ്ങളെ നാം ശ്രദ്ധിക്കുമ്പോൾ കഷ്ടങ്ങൾ 2 അളവിൽ നമുക്ക് പറയാം. ഒന്ന്, കഷ്ടത നമ്മുടെ വിശുദ്ധീകരണത്തിനായി ദൈവം നൽകുന്ന ഒരു പ്രോസസ്സായിരിക്കും. നമ്മളെ വളർത്തുവാൻ തക്കവണ്ണം, നമ്മളിൽ നിന്ന് ചിലതിനെ അഴിച്ചെടുക്കുവാൻ, ചിലതിനെ മാറ്റുവാൻ തക്കവണ്ണമുള്ളൊരു പ്രോസസ്സായിരിക്കും. പക്ഷേ എല്ലാ കഷ്ടതയും പ്രോസസ്സല്ല. ചില കഷ്ടതകൾ പ്രോസസ്സാണെങ്കിൽ ചില കഷ്ടതകൾ ഒരു അറ്റാക്കാണ്. നമ്മുടെ കഷ്ടതകൾ എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ അന്വേഷിക്കണം. നമ്മുടെ കഷ്ടതകൾ ദൈവത്തിൽ നിന്ന് കൽപ്പിക്കപ്പെട്ടതാണെങ്കിൽ there is a purpose behind it. പക്ഷേ അതിൻ്റെ പിമ്പിൽ ഒരു പൈശാചിക ബലമാണെങ്കിൽ, സിംഹമാണ് വരുന്നത്, ആ വക കഷ്ടപ്പാടുകൾ അപ്പൊ സഹോദരവർഗത്തിന്റെ കഷ്ടപ്പാടുകൾ അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം കൊടുത്തതാണോ? അല്ല. ആ കഷ്ടപ്പാടുകളുടെ പിമ്പിലുള്ള കാരണം പൈശാചിക അറ്റാക്കുകളായിരുന്നു. ഇന്നെന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, നിങ്ങളുടെ പ്രൊഫഷനിൽ ഒരു കഷ്ടപ്പാട് വന്നാൽ, നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു കഷ്ടപ്പാട് വന്നാൽ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു കഷ്ടപ്പാട് വന്നാൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു കഷ്ടപ്പാട് വന്നാൽ, നിങ്ങളുടെ തലമുറകളിൽ ഒരു കഷ്ടപ്പാട് വന്നാൽ, സിറ്റ് ഇൻ ദ പ്രസൻസ് ആൻഡ് സെർച്ച് ദ റീസൺ. നിങ്ങളതിൻ്റെ കാരണം അന്വേഷിക്കുക.
എൻ്റെ രോഗത്തിന് പിമ്പിൽ എന്താ? എൻ്റെ സാമ്പത്തിക നഷ്ടത്തിന്റെ പിമ്പിൽ എന്താ? The reason behind the problem. ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ പിമ്പിലെ കാരണത്തെ അന്വേഷിച്ചെടുക്കുക. ആ കാരണങ്ങളെ അന്വേഷിക്കണം. കഷ്ടപ്പാടുകളുടെ സിംഹം. അവിടെ പത്രോസ് പറയുകയാണ്, ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ. ഇന്ന് പകൽ എൻ്റെ ദൈവമക്കളോട് പറയട്ടെ, നിങ്ങളെ കഷ്ടപ്പെടുത്തണമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തികൾ നിങ്ങൾക്കെതിരെ ഉയർന്നു വരുമ്പോൾ ഇന്ന് പകൽ ഞാൻ എൻ്റെ ദൈവമക്കളോട് പറയുക, ഉണർന്നിരിപ്പീൻ. രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരിപ്പീൻ. കുടുംബത്തിലെ തലമുറകളിലെ ജീവിതത്തിലെ കഷ്ടതകൾ മാറുവാൻ രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് മാത്രമേ അതിനെ അതിജീവിക്കാൻ കഴിയത്തുള്ളൂ. ഉണർന്നിരിപ്പീൻ. ഇന്ന് പകൽ ഞാൻ ഉറപ്പായിട്ട് പറയാ, രാത്രിയുടെ യാമങ്ങൾ ഉണർന്നിരിക്കുന്ന ഒരു ദൈവ പൈതലിന് കഷ്ടതകളുടെ അളവിനെ കുറയ്ക്കാൻ കഴിയോ? വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തു കളഞ്ഞോ? പ്രാർത്ഥനയും വിശ്വാസവും ഇഴചേരണോ? രാത്രിയുടെ യാമങ്ങളിൽ വിശ്വാസത്തിന്റെ പ്രദർശനമായി എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കണം. പിശാചിനോട് എതിർത്ത് നിൽക്കണം. അന്ധകാരത്തോട് എതിർത്ത് നിൽക്കണം. അപ്പോൾ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ കഴിയും. സ്തോത്രം. ഇനി അടുത്തതായ ഒരു സിംഹത്തെ ഞാൻ പറയാം. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു വിഷയത്തെ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം, അവിടെ പറയുകയാണ്, രാജാവെ 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നൊരു രാജനിയമം നിശ്ചയിക്കണം. അപ്പൊ ഇവിടെ ഒരു സിംഹത്തെ എൻകൗണ്ടർ ചെയ്യേണ്ടി വരികയാ. എങ്ങനെയാണ് ഈ സിംഹത്തെ എൻകൗണ്ടർ ചെയ്യേണ്ടി വരുന്നത്? ഈ സിംഹം വീട്ടിലേക്ക് കയറി വരികയാണോ? ഈ സിംഹം നമ്മുടെ മോഹം കൊണ്ട് നമ്മൾ പോയി വീഴുകയാണോ? അല്ല. ഈ സിംഹം നമ്മുടെ ഫിനാൻഷ്യൽ ഏതെങ്കിലും ഒരു ഇതിൽ വരുന്നതാണോ? അല്ല. ഇവിടെ പറയുകയാണ്, ഒരു നിയമം ഉണ്ടാക്കിയിട്ട് ആ നിയമത്തിൽ കൂടെ എന്ത് ചെയ്യണം? ഇവനെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ഇടണം. ഞാൻ പറയുന്നത് ദൈവജനത്തിന് മനസ്സിലാകുന്നുവെന്ന് കരുതുകയാണ്. ചില നിയമങ്ങൾ രൂപീകരിക്കപ്പെടും, ചില ബില്ലുകൾ പാസ്സാക്കപ്പെടും. അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒരു സിംഹത്തിന്റെ ഗുഹയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ. ഇത് രാജ്യത്തിന്റെ നിയമങ്ങൾ മാത്രമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ കമ്പനിയിൽ പുതിയ പോളിസികൾ ഉണ്ടാകും. നിങ്ങളുടെ മാനേജ്മെന്റ് പുതിയ തീരുമാനങ്ങൾ എടുക്കും. എവിടുന്നോ കയറി വരുന്ന ഒരു പുതിയ മാനേജർ കയറി എല്ലാം തിരിച്ചും മറിച്ചും വെക്കും. ചിലപ്പോൾ അവൻ 2 മാസം കഴിയുമ്പോൾ അവനെ അവിടുന്ന് വെളിയിൽ വിട്ടെന്ന് വിട്ടേക്കും. ടാറ്റയിലേക്ക് സൈറസ് മിസ്ത്രി കയറി തലകുത്തി നിന്ന് എന്തൊക്കെയോ കാണിച്ചു. 6 മാസം കഴിഞ്ഞപ്പം കമ്മിറ്റി കൂടി ആളിനെ പിരിച്ചുവിട്ടു. പക്ഷേ ആ 6 മാസത്തിനകത്ത് വന്നുകൂടിയ പ്രശ്നങ്ങൾക്ക് വല്ലതും പരിഹാരം ഉണ്ടായോ? ഇല്ല. ഇന്നെന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളായിരിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളായിരിക്കുന്ന സിറ്റിയുടെ നിയമത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളായിരിക്കുന്ന സ്റ്റേറ്റിൻ്റെ നിയമത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളായിരിക്കുന്ന കോർപ്പറേഷൻ്റെ നിയമത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിൻ്റെ പോളിസീസ് മാറിയാൽ നിങ്ങൾ ഒരു സിംഹവുമായി എൻകൗണ്ടർ ചെയ്യേണ്ടി വരും. ഒരു രാത്രി മുഴുവൻ അവൻ സിംഹത്തിൻ്റെ ഗുഹയിലായിരുന്നു. എന്താണ് കാരണം? ഒരു നിയമമാണ് അവനെ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയത്. ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ച് പറയുകയാണ്. ചില പോളിസീസ് കടന്നു വന്നാൽ, ചില സിസ്റ്റങ്ങൾ മാറിക്കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും? അതൊരു സിംഹത്തെ അഭിമുഖീകരിക്കാൻ കടന്നു വരും. ഇന്നലെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഋഷി സുനക് പറഞ്ഞു, ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റം തടയുവാൻ തക്കവണ്ണം ഇനിയും അവിടെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലല്ലാതെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കൊടുക്കുകയില്ല. ഇറ്റ്സ് ഗുഡ്. പക്ഷെ ആ നിയമം കൊണ്ട് ഇവിടെ നിന്ന് എത്രയോ പേർ അവിടെ കയറി ചെന്ന് ലക്ഷങ്ങൾ മുടക്കി യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞുങ്ങൾക്ക് ഇനിയും അവിടെ ജോലി കിട്ടാൻ സാധ്യതയില്ലാതെ, സ്റ്റേ ബാക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയാതെ അവർ വേഗത്തിൽ തിരികെ പോരേണ്ടി വരും. അവർ ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും അല്ല പോയിരിക്കുന്നത്. പക്ഷെ അവരും മുടക്കിയിട്ടുണ്ട് 25 ലക്ഷം രൂപ, അല്ലെ 30 ലക്ഷം രൂപ. സംഭവിക്കുന്നത് എന്താണ്? ഒരു നിയമത്തിൽ കൂടെ ഇവന്റെ ജീവിതത്തിൽ ഒരു പ്രതികൂലം കടന്നു വരികയാണ്. ഒരു നിയമത്തിൽ കൂടെ എത്രയോ പേരുടെ അനുഭവം എനിക്കറിയാം. തലേന്ന് വരെ 8% 8 മാർക്ക് ഉണ്ടെങ്കിൽ 6.5 മാർക്ക് ഉണ്ടെങ്കിൽ പരീക്ഷ എഴുതി കയറിപ്പോകാവുന്നവൻ പഠിച്ചു പാസ്സായി, അവന് 6.5 കിട്ടി. പക്ഷെ പിറ്റേന്ന് പേപ്പറിൽ കാണുക ഇനിയും തുടങ്ങി 7 ഉണ്ടെങ്കിലേ കയറിപ്പോകാൻ പറ്റത്തുള്ളെന്ന്. നിയമങ്ങളിൽ കൂടെ ഒരു സിംഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടിടുകയാണ്.
നിനക്ക് വയസ്സ് 40 ആവുമ്പോൾ പുതിയ നിയമം വരികയാണ്, 40 വയസ്സ് കഴിഞ്ഞവർക്ക് ഇനിയും പോയിന്റ് കിട്ടത്തില്ലെന്ന്. നോക്കൂ, പോളിസികളിൽ കൂടെ, പുതിയ പോളിസികളിൽ കൂടെ, പുതിയ നിയമങ്ങളിൽ കൂടെ സിംഹത്തിൻ്റെ എൻകൗണ്ടർ ചെയ്യേണ്ടി വരിക. ഈ ദിനങ്ങളിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നിങ്ങളായിരിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ നിയമങ്ങൾ, നിങ്ങളായിരിക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾ, സംസ്ഥാനത്തിൻ്റെ, കോർപ്പറേഷൻ്റെ, പഞ്ചായത്തിൻ്റെ ഒരു നിലപാടുകളും ദൈവഹിതമല്ലാതെ സംഭവിക്കരുത്. അത് നിങ്ങളെ ഒരു സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് കൊണ്ടുപോകും. ജീസസ് ഒരു പക്ഷേ അങ്ങനെ നിയമം വന്നുപോയി, നിങ്ങൾ അകപ്പെട്ടു, നിങ്ങളെ കൊണ്ട് ഗുഹയിലിട്ടു. പക്ഷേ ആ രാത്രിയും ആ സിംഹങ്ങളുടെ ഗുഹയിലും നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ രാത്രി എന്നും രാത്രി ആയിരിക്കത്തില്ല. രാത്രി കഴിയും, സൂര്യൻ ഉദിക്കും, നിങ്ങൾ സിംഹത്തിൻ്റെ ഗുഹയിൽ നിന്ന് പുറത്തു വരും. നിയമത്തിൻ്റെ പുറകിൽ ചരട് വിളിച്ചവളെ മൊത്തം ദൈവം എന്ത് ചെയ്യും? ആ സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തിട്ട് കളയും. സിംഹത്തിൻ്റെ വായടയ്ക്കുക, സിംഹത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുക. ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. സിംഹത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുക. 7-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 7-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുതേ. അവൻ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുതേ. ഇതാരാണ്, എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ശീർഷകത്തിൽ, അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നൊരു ഭാഗമുണ്ട്. ബെന്യാമീന്യനായ കൂശിൻ്റെ വാക്കുകൾ നിമിത്തം ദാവീദ് യഹോവയ്ക്ക് പാടിയ വിഭ്രമഗീതം. ഇപ്പം ദാവീദ് ഒരുത്തനെ നോക്കിയിട്ട് പറയാ, അയ്യോ സിംഹം പോലെ വരുന്നു. ഗോലിയാത്തിനെ കണ്ടിട്ട് അവന് സിംഹമാണെന്ന് തോന്നിയില്ല. ഒറിജിനൽ സിംഹത്തെ വന്നപ്പോഴും അവൻ അടിച്ചു കളഞ്ഞു. പക്ഷെ ഇപ്പം എൻ്റെ ഭാഷ പറഞ്ഞ ഒരു പേട്ട് മനുഷ്യൻ അവിടെ കിടന്ന് മണ്ണുവാരി എറിഞ്ഞ് പ്രാഗിയപ്പം ദാവീദ് പറയാ, അയ്യോ അതൊരു സിംഹമാണെന്ന്. ജീവിതത്തിലെ ചില ശാപവാക്കുകൾ, ജീവിതത്തിലെ ചില പരിഹാസ വാക്കുകൾ, ദാവീദ് പറയുകയാണ് അത് സിംഹമാണ്. പക്ഷെ ഒരു ദൈവ പൈതൽ പ്രാർത്ഥിച്ചാൽ, ഒരു ദൈവ പൈതൽ ഉപവസിച്ചാൽ, ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ കാത്തിരുന്നാൽ, അവിടെ തിരുവെഴുത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിച്ചു. ഇന്ന് പകൽ വിശ്വസിക്ക്, സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. നിനക്കെതിരെ എത്ര ശാപവാക്കുകൾ പറഞ്ഞാൽ, എത്ര മന്ത്രവാദം പറഞ്ഞാൽ, നിനക്കെതിരെ എത്ര പരിഹാസം പറഞ്ഞാൽ, നിന്നെ എത്ര ഹ്യൂമിലിയേറ്റ് ചെയ്താൽ, എത്ര ഇൻസൾട്ട് ചെയ്താൽ, എത്ര ശപിച്ചാൽ, എത്ര ഭ്രാഗിയാൽ, ആ സിംഹത്തിൻ്റെ വായിക്കകത്ത്, ആ പരിഹാസത്തിനകത്ത്, ആ നിന്നക്കകത്ത് നീ ഒതുങ്ങത്തില്ല. ഒരുപക്ഷെ നിന്റെ ബോഡി ഷേപ്പ് കണ്ടായിരിക്കാം പരിഹസിക്കുന്നത്, ഒരുപക്ഷെ നിന്റെ കളർ കണ്ടായിരിക്കും പരിഹസിക്കുന്നത്, ഒരുപക്ഷെ നിന്റെ സൗണ്ടിനകത്തായിരിക്കും നിന്നെ പരിഹസിക്കുന്നത്. ഏത് പരിഹാസമോ ഏത് ശാപമോ എന്തും നിനക്കെതിരെ പറയട്ടെ. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, പരിഹാസിയുടെ വാക്കുകൾ സിംഹം എന്ന പോലെ, ശാപത്തിന്റെ വാക്കുകൾ സിംഹം എന്ന പോലെ എനിക്കും നിങ്ങൾക്കുമെതിരെ കയറി വരുമ്പോൾ, സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ നൽകുന്ന ഒരു ദൈവം, സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ നൽകുന്ന ദൈവ. റബല ഘടപ്രഭാനിയ സന്തുരാധര റിഗലഗരൈ ശബപ്രഭാനി അത്തല പ്രബല ഹടകാരിയ റൂമ ശൈഡ പ്രബല ഹരാദിയാധര അത്തൽ ഘനകം പ്രഭാനകസരം പ്രഭാനി. സിംഹം എന്നുള്ളത് ആത്മീയമായി മറ്റു ചില വിഷയങ്ങളെ കൂടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ സമയം കടക്കുന്നത് കൊണ്ട് നിർത്തുക. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറയാം. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്ര, ദാനിയേൽ കാണുന്നത് മഹാസമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന 4 മഹാമൃഗങ്ങളാണ്. അതിൽ ഒന്നാമത്തെ മൃഗ സിംഹത്തോട് സദൃശ്യവും കഴുകിന്റെ ചിറകുകളും ഉള്ളതായിരുന്നു. ഇവിടെ താനൊരു സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന സിംഹത്തെ കാണുകയാണ്. എന്താണ് ആ സിംഹം എന്നറിയാമോ? അത് ബാബിലോൺ സാമ്രാജ്യമാണ്. സാമ്രാജ്യങ്ങളുടെ ശക്തി, രാഷ്ട്രങ്ങളുടെ ശക്തി, ദേശാധിപതികളുടെ ശക്തി, രാജ്യത്തെ ഭരിക്കുന്ന ദുർമന്ത്രവാദങ്ങളുടെ ശക്തി, അതാണ് ഈ സിംഹമായി അവിടെ വെളിപ്പെട്ടു വരുന്നത്. സഹോദരങ്ങളെ, ബാബിലോൺ സാമ്രാജ്യം അസ്തമിച്ചോ, പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ പിന്നെയോ ഇതാ സിംഹത്തിന്റെ മുഖമായി വീണ്ടും എഴുന്നേറ്റ് വരികയാണ്. എന്താണ് കാരണം? ഒരു രാഷ്ട്രമായിരുന്നില്ല അത്, ഒരു രാജ്യമായിരുന്നില്ല അത്, അതിന്റെ പിറകിൽ വ്യാപരിക്കുന്നതായ
ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദേശാധിപ ശക്തികൾ നിനക്കെതിരെ സിംഹം പോലെ വായ് വളർന്നു വരുമ്പോൾ, ഈ പ്രദേശത്തെ വാഴുന്ന അന്ധകാര ശക്തികളാകട്ടെ, നീ പിറന്ന മണ്ണിനെ വാഴുന്ന കൊടികുത്തിയ ദൈവീ ദേവന്മാരാകട്ടെ, നിനക്കെതിരെ വ്യാപരിക്കുന്ന ദേശാധിപ വിഗ്രഹ ശക്തികളാകട്ടെ, ഇന്ന് പകൽ വിളിച്ചു പറ, സിംഹത്തിന്റെ വായിൽ നിന്ന് എന്റെ ദൈവം എന്നെ വിടുവിക്കുക. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്റെ ദൈവം എന്നെ വിടുവിക്കുക. യേശു കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവിടെ 4 കാര്യങ്ങൾ പറയുകയാണ്. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടുക, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയുക. ഇതെന്താണ് കർത്താവ് സത്യത്തിൽ പറഞ്ഞതെന്നറിയാമോ? ഇത് 4 രാഷ്ട്രങ്ങളുടെ എംബ്ലമായിരുന്നു. ഓരോ രാഷ്ട്രങ്ങൾക്കും ഒരു എംബ്ലമുണ്ട്. ചിലർക്ക് കഴുകനാണ്, ചിലർക്ക് കടുവയാണ്, ചിലർക്ക് പുലിയാണ്, ദേശീയ മൃഗ അതവരുടെ എംബ്ലമാണ്. ഇങ്ങനെ 4 സാമ്രാജ്യ ശക്തികൾ, സിംഹത്തിന്റെ എംബ്ലമുള്ളവർ, അണലിയുടെ എംബ്ലമുള്ളവർ, ബാലസിംഹത്തിന്റെ എംബ്ലമുള്ളവർ, പെരുമ്പാമ്പിന്റെ എംബ്ലമുള്ളവർ, ഇങ്ങനെ 4 സാമ്രാജ്യ ശക്തികളെ കർത്താവ് ശിഷ്യന്മാരെ കാട്ടിയിട്ട് പറയുക, സിംഹത്തിന്റെ മേൽ നീ ചവിട്ടോ, ആ സാമ്രാജ്യത്തിന്റെ മേൽ നീ ചവിട്ടോ, ആ അധികാരത്തിന്റെ മേൽ നീ ചവിട്ടോ, ബാലസിംഹത്തെ നീ മെതിച്ചു കളയോ. ഒരു സാമ്രാജ്യ ശക്തിയോ ഒരു ദേശാധിപ ബലവോ നിന്നെ വാഴത്തില്ല. ഇന്ന് പകൽ ഈ സഭ വിളിച്ചു പറ, ഒരു ദേശാധിപ ബലവും ഞങ്ങളെ വാഴത്തില്ല, ഒരു രാഷ്ട്രീയ ശക്തി ഞങ്ങളെ വാഴത്തില്ല. ഏത് അന്ധകാര ശക്തി രാജ്യങ്ങളുടെ പുറകിലിരുന്ന് വ്യാപരിച്ചാല്, ഏത് അന്ധകാര ശക്തി അധികാരങ്ങളുടെ പുറകിലിരുന്ന് വ്യാപരിച്ചാല്, ഇന്ന് പകൽ എനിക്കൊരു ദൈവമുണ്ട്. പൗലോസിന്റെ ദൈവ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവ. അതരങ്ങളെ തുറന്ന്, അന്യഭാഷകളിൽ അതരങ്ങളെ തുറന്ന്, ഇന്ന് പകൽ ഇതിനകത്ത് ദൈവജനത്തിനെതിരെ വായ് വളർന്നു നിൽക്കുന്ന സകല സിംഹങ്ങള് യേശുവിന്റെ നാമത്തിൽ കീറിപ്പോകട്ടെ. റംബ റംബ രാധാരൈഡ വീദാഗാല ഹസി രഗദ ഹത്തല ഗൗഡ ഭ്രമനം ധാര തീകര ഹത്തല ഹൈഡ രഗദ. ഇന്ന് പകൽ നിന്റെ തലമുറയ്ക്കെതിരെ കടന്നു വരുന്ന സിംഹത്തിന്റെ ബലങ്ങളെ ചവിട്ടി ഒതുക്കിയേ. ഇന്ന് പകൽ നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ ഉയർന്നു വരുന്ന സിംഹവായെ യേശുവിന്റെ നാമത്തിൽ കീറിക്കളഞ്ഞ്. ഇന്ന് പകൽ നിന്റെ ഭാവിക്കെതിരെ, നിന്റെ വിദ്യാഭ്യാസത്തിനെതിരെ, നിന്റെ ക്യാരക്ടറിനെതിരെ, നിന്റെ സ്വഭാവത്തിനെതിരെ രക്തം ചെയ്യോ, രക്തം ചെയ്യോ. പിശാച് കെട്ടിയ വായൊക്കെ അടഞ്ഞിരുന്നാല് ദൈവത്തിന്റെ കൃപയുള്ളവർ അതരം തുറന്ന് പ്രാർത്ഥിച്ച്, അതരം തുറന്ന് സ്തോത്രം പറഞ്ഞ്, ഇതിനകത്താരും മൗനമായിരിക്കരുത്. കൃപയുള്ളവർ വായ് തുറന്ന് പറഞ്ഞ് യേശുവിന്റെ രക്തത്തിൽ ജയമെന്ന്, കൃപയുള്ളവർ വായ് തുറന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ജയമെന്ന്, കൃപയുള്ളവർ അതരം തുറന്ന് പറഞ്ഞ്. ചിലരെ കണ്ടിട്ട് എനിക്ക് ആശ്ചര്യം തോന്നുന്നു. ഇത്ര ശക്തമായി പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോഴോ വായടച്ചിരിക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങളുടെ മണ്ടയ്ക്ക് കൂടിയിരിക്കുന്ന പിശാചിന്റെ ബലം എത്ര പ്രബലമാണ്. നോ, ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറ, യേശുവിന്റെ നാമത്തിൽ ജയമെന്ന്. സിംഹങ്ങൾ കീഴടങ്ങട്ടെ, അണലികൾ കീഴടങ്ങട്ടെ, ബാലസിംഹങ്ങൾ പെരുമ്പാമ്പുകൾ കാലിന് കീഴെ മെതിക്കപ്പെടട്ടെ.